നമ്മുടെ മാന്ത്രികനിൽ തന്നെ കാണും വണ്ടി എടുക്കുന്നത് കേട്ടോ. നമ്മള് ഗുരുവായൂരിൽ രാത്രി ഇന്നലെ ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു കുഴിക്കകത്തേക്ക് കാണലില്ല, കയറിപ്പോ ഇല്ലടാ. കാണലുണ്ട് കാര്യം. മണിയൊക്കെ എടുത്ത് ജോ പശ മേടിച്ചിട്ടാ. അത് പിന്നെ ഒട്ടിക്കാം. ഈ സൈഡിൽ ഇട്ടാൽ ഒട്ടിക്കാം. അപ്പം പശമാരെ എല്ലാവർക്കും വണ്ടിപ്പണിക്കാരൻ്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിരാജ്. അപ്പം പശമാരെ നാളെ കുറേ ആയി വീഡിയോ ഇട്ടെന്ന് നിങ്ങൾ പറഞ്ഞ ഒരുപാട് കംപ്ലൈൻ്റ് ഒക്കെ പറഞ്ഞായിരുന്നു. അത് വേറൊന്നുമല്ല, അതുപോലെ തന്നെ കണ്ണാടി വെച്ചേക്കുന്നത് എന്തിനാണ്? ചുമ്മാ ഷോ ഒന്നും അല്ല കേട്ടോ, നല്ല വെയിലാണ് കേട്ടോ. അതെ, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഗുരുവായൂർ കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ഞാൻ പകുതിയെ പരിചയപ്പെടുത്തി തരാം. ഇത് പുതിയൊരാൾ, അത് പുതിയൊരാൾ. അവൻ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു, ഇടയ്ക്ക് വീഡിയോ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ആൾക്കാരാണ് കേട്ടോ, നമ്മുടെ ചെറുക്കന്മാരാട്ടോ. അപ്പം വീഡിയോ വൈകിയത് വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലൊരു അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ ഉത്സവം പ്രമാണിച്ച് എനിക്ക് അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. പിന്നെ അതുപോലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുമായിരുന്നു. ഒരു 10 ദിവസത്തേക്ക് 15 ദിവസത്തേക്ക് വണ്ടിയിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു. അത് കാരണമാണ് വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ ഇനി കണ്ടിന്യൂസ് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പം നിലവിൽ നമ്മുടെ മാന്ത്രികൻ ചക്കനുമായിട്ട് എവിടായി? നമ്മളിപ്പോൾ ചേർത്തല കഴിഞ്ഞ് മുന്നോട്ട് അരൂരാവുന്നു. റോഡ് പണി കാരണം തിരക്കാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ ലൈനിൽ കാണുമല്ലോ. ഓക്കെ. അപ്പം റോഡ് പണി നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു 10-15 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത്. അത് ശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം നോക്കുവാണെങ്കിൽ 2024 ഫസ്റ്റ് വണ്ടിയിൽ ഓടും അല്ലടാ ഈ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും കാണും നമ്മുടെ മാന്ത്രികനിൽ തന്നെ കാണും വണ്ടി എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഗുരുവായൂരിൽ നിന്ന് സ്റ്റേ ആണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മളോട് പറയാം കേട്ടോ. അത് വലിയ മെഷീനറീസ് ഒക്കെ ഇവിടെ കിടക്കുന്നത് കേട്ടോ. അതേ നമ്മൾ ഓടി എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. എറണാകുളത്ത് നമ്മുടെ എന്നാലും ഫുഡ് കഴിച്ച അതേ ഹോട്ടൽ കേട്ടോ. ഇല്ല റോഡ് സൈഡിൽ കാണുന്നത് ഇല്ലടാ ഉണ്ണിപ്പച്ച. പൊറോട്ടയൊക്കെ താങ്ങി എരിച്ച് തൂരി നിൽക്കും കേട്ടോ. നമ്മുടെ മാന്ത്രികൻ ചക്കൻ തോ കിടക്കുന്നു. നമ്മുടെ പാർട്ടീസൊക്കെ തോ ഇരുന്ന് ചായ കുടിക്കുന്നു. പാർട്ടി ചായ കുടിക്കുന്നു. അണ്ണ ഇങ്ങോട്ട് വാ അണ്ണ. ബൈ. അയ്യോ അണ്ണ ഇങ്ങോട്ട് വന്നു. എനിക്കൂടെ പറയണേ, എനിക്കൂടെ പറയണേ. ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. ഗുരുവായൂരെത്തി നമ്മുടെ ചെറുക്കനേതി നമ്മൾ ഇവിടേക്ക് തളിച്ചു അല്ലേടാ? സപ്പോർട്ട് ചെയ്യടാ. അപ്പൊ ഞാൻ പരിചയപ്പെടുത്താൻ പോയി. ഇത് നമ്മുടെ ഉണ്ണി എന്നാണ് പേര്, പോച്ച ഉണ്ണി. ഇനി നമ്മുടെ ഒരു സഹായിയായിട്ട് നമ്മുടെ ഇവിടെ പോച്ച പറിക്കാൻ പോരുത് കേട്ടോ. അവൻ കാണും. പിന്നെ ഇത് നമ്മുടെ ഋഷിയാണ്. ഋഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചെറുക്കൻ്റെ ഒരു എന്താ പറയണ്ടേ, ഒരു അല്ലേ ഒരു അവകാശിയാണ്. അപ്പോൾ നമ്മുടെ ചെറുക്കൻ്റെ മാന്ത്രികൻ ഇവിടെ കൊണ്ട് തളിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ കുഴിയായിരുന്നു കേട്ടോ. നിൽക്കുന്ന നിപ്പുണ്ട്, ലിപ്പ് നിൽക്കുന്നുണ്ട്. അതാണ് നമ്മുടെ പാർക്കിങ് കേട്ടോ. ഇവിടെ കയറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഈ അയ്യത്ത് ഇവിടെ ഒരുപാട് കല്യാണങ്ങളുണ്ട് കേട്ടോ. നാളെ ആണെങ്കിൽ ഫുള്ള് കല്യാണത്തിരക്കാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തിയത് അല്ലേടാ? ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് നാളെ കർണാടക വണ്ടിയും കാണാം. നാളെ ഒരുപാട് വണ്ടി ഉണ്ട് ഇവിടെ കേട്ടോ. നമ്മൾ ഇപ്പം അമ്പലത്തിൻ്റെ പാർക്കിങ്ങിലല്ല, നമ്മൾ വേറൊരു പാർക്കിങ്ങിലാണ് ഇവിടെ വണ്ടി നിർത്തി വെച്ചത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് അവർ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാർക്കിങ്ങും കാര്യങ്ങളും നമ്മൾ കിട്ടിയത്. ഇവിടെ പാർക്കിങ് തരത്തില്ലെന്ന് പറഞ്ഞു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആന്ധ്രാക്കാർ ഏതാണ്ട് നേരത്തെ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞത് ഈ വീട്ടുകാരുടെയാണ് ഈ വസ്തു. പിന്നെ ഞങ്ങൾ കയ്യും കാലും പിടിച്ച് നമ്മുടെ ചെറുക്കനെ ഇവിടെ കയറ്റി അങ്ങ് തളച്ച് കേട്ടോ. അപ്പോൾ ഒരുപാട് അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ ചെറിയ തോതിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് പിന്നെ പറയാലേടാ. പതിയെ നമുക്കിപ്പോൾ ചെറുതായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് പരിപാടി ഉണ്ട്, ബാക്കി കിടപ്പുണ്ട്, അതെല്ലാം ചെയ്യണം. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ റൂമിൽ പോവാണ്. പോവല്ലേ ഉണ്ണി? കാറ് വരുമോ? കൈ പിടിച്ചു. അങ്ങനെ നമ്മൾ രാവിലെ ഫ്രഷായി. നമ്മൾ ഇന്നലെ തന്ന റൂമിൽ പോയി ഫ്രഷായി. റൂമിലായിരുന്നു കിടന്ന് ഫ്രഷായി നമ്മൾ നേരെ വണ്ടി കിടക്കുന്നിടത്തേക്ക് പോവാണ്. എൻ്റെ ബാലരന്മാർ പുറകെ അത് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി കുറച്ച് വയർ ടൈം മേടിക്കണമായിരുന്നു. ഇന്നലെ രാത്രി പോയി ഒരുപാട് സാധനം വണ്ടിയിൽ ഇടാൻ വേണ്ടി ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. കാണിക്കണ്ടേ അത് ഇടണമല്ലേ? വയർ ടൈം കൊണ്ട് വരുന്നു.
എന്താടാ പോസ്റ്റ് അപ്പം രാവിലെ ഇവിടെ നമ്മൾ വണ്ടി വടക്കേതാണ്ട കയറ്റാം. രാവിലത്തേക്ക് ഇവിടെ എല്ലാം വണ്ടിയായി കേട്ടോ. ആന്ധ്ര ഇവിടെ എല്ലാം സ്വാമിമാരാട്ടോ. ഇവിടെ എല്ലാം സ്വാമിമാര്. ഇത് ഓരോരോ പ്രോപ്പർട്ടി ആട്ടോ. ഓരോരുത്തരുടെ വസ്തു വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും അമ്പലത്തിൻ്റെ എല്ലാം തോന്നുന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡ്, ദേവസ്വം ബോർഡ് തോന്നുന്നു. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു ദേവസ്വം ബോർഡിൻ്റെ പാർക്കിങ്. ഓ നമ്മുടെ ചെറുക്കൻ ദോ കൊടുക്കുന്നു. നമ്മുടെ ദേവസ്വം ബോർഡ് പാർക്കിംഗ് അല്ലല്ലോ. അല്ലല്ല പ്രൈവറ്റ് പാർക്കിംഗ്. ഇത് പ്രൈവറ്റ് ആട്ടോ. ഈ ഒരു ചെറിയ ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ട് കാശുണ്ടാക്കാൻ പറ്റിയത് പാർക്കിംഗ് കേട്ടോ. ഇല്ലടാ ഭയങ്കര കാശാണ് പാർക്കിങ്ങിൽ ഉണ്ടാക്കുന്നത്. കുറെ ഡ്രൈവർമാർ നിൽക്കുന്നത് ഇവിടെ ഇല്ല. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇവിടെ ഇവിടെ കേരള വണ്ടി എല്ലാം ട്രാവലറൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ചെക്കൻ തീ കിടക്കുന്നു. ഇത് ദേവസ്വം ബോർഡിൻ്റെ പാർക്കിംഗ് അല്ല, ഇത് നമ്മുടെ അല്ലാത്ത പാർക്കിംഗ് ആണ്. ഇന്നലെ കുറച്ച് സാധനം മേടിച്ചു. അതൊക്കെ നമ്മളൊന്ന് വണ്ടിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. ഉറക്കടാ കുഴി വരുന്നു കേട്ടോ. രാത്രി ഇന്നലെ ഞാൻ കാണിച്ചായിരുന്നു കേട്ടോ. ഒരു ചെറിയൊരു കുഴിക്കകത്തേക്ക് കാണുന്നില്ല. കയറിപ്പോ ഇല്ലടാ കാണലുണ്ട്. കാര്യം ഈ മൂലയ്ക്ക് തന്നെ അങ്ങനെ പിടിച്ചിടാൻ പറഞ്ഞത്. ഇതെന്തിൻ്റെ അതെ ഇതൊരു ഓമേര് ഈ കെട്ടിടത്തിൻ്റെ കാണല കേട്ടോ. ബാക്കിയെല്ലാം വെയില അല്ല. ഇവിടെ വരെയായി. കുറച്ചൊക്കെ അങ്ങ് പോകുന്നതാണത്. പക്ഷെ കർണാടക പോയിട്ട് ഒന്നുമില്ല. കേരള വണ്ടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നത്തേക്കൊന്ന് തുറക്കുവോ? ആ തുറന്നു കേട്ടോ. ഇന്നലെ കുറച്ച് സാധനം മേടിച്ചായിരുന്നു. എൻ്റെ അമ്മച്ചിയെ പിടിയടാ. എന്താടാ കവർ പിടിച്ചടാ. ഇത് നമ്മുടെ മറ്റേ കേട്ടോ പ്രിൻറ്റിങ് മണിയൊക്കെ മേടിച്ച് ജിയോ പശ മേടിച്ചിട്ടാ. അത് പിന്നെ ഒട്ടിക്കാം. ഇത് ഈ സൈഡിൽ ഇട്ടാൽ മതി. ഒട്ടിക്കാൻ പരുവത്തില്ല. കുറേ മണി മേടിച്ചു. ഞാനിത് വെളിയിലോട്ടിറങ്ങി കച്ചവടം ചെയ്യാൻ പോവാ. ജോഡി 150 രൂപ. തൊപ്പിയൊക്കെ പറഞ്ഞു പോകുന്നു. അപ്പം ദേവശാവരെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അതേ ചാവക്കാട് കഴിഞ്ഞാൽ ഉള്ളു. കുറച്ചങ്ങോട്ടായി. അപ്പം ഇനിയിപ്പം നേരെ ഞാൻ നമ്മുടെ കൂട്ടത്തിൽ വന്നൊരു ചേട്ടച്ചാർക്കായ പുള്ളിക്കാരനാണെങ്കിൽ ലോട്ടറി മേടിക്കണമെന്ന് വേണ്ടി പെട്ടെന്ന് പോയേക്കോ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ വേണം കിടക്കാൻ സാധനം നിറഞ്ഞു പോകാം. അപ്പോൾ അതേ മച്ചമാരെ നമ്മൾ ഓൺ ദ വേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും വന്ന സാധുകാർ പോകുന്നതാണ്. സാധുകാർ അവർ മലയ്ക്ക് പോവാ കേട്ടോ. 2 ടീം. അത് ഇതേ ഒരു ടീം പിന്നെ ഒരു ടീം ഇട്ടേ പോകുന്നതല്ല. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പരിപാടി 2 ടീം അല്ലടാ. വേറെ മത്സരം ഇല്ലില്ല. അതും ചെയ്യണ്ട. അതെ ഹെൽമെറ്റൊക്കെ അല്ലേ. അവരുടെ നാട്ടിൽ ഇതൊന്നും ബാധകമല്ലടാ. അതുകൊണ്ട നമ്മുടെ നാട്ടിലല്ലേ ഉള്ളൂ. അങ്ങനെ ഓടി വശമാരെ നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലമായി. കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ പുറത്തുകളൊക്കെ കയറി കണ്ടി വെക്കുവാട്ടോ. മാറണ്ട ഞങ്ങളെ പോട്ടെ. നമുക്ക് ഇതിലേക്ക് പോകുന്നതാ. അപ്പോൾ നമ്മൾ കറങ്ങി കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇനിയും നമുക്ക് എറണാകുളം കിടക്കണം. എറണാകുളത്തു നിന്ന് നേരെ ആലപ്പുഴ. ആലപ്പുഴ നാട്ടിൽ നീ എന്താ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത്?
കടുമ്പോളുണ്ട്. ഞങ്ങളുടെ നാട് കേട്ടോ. ഞാൻ ഇതിലെ ഒരിക്കൽ വണ്ടി എടുക്കേണ്ടി വന്നു. അതല്ലേ ചെറിയ വഴിയാണ്, ചെറിയ വഴിയാണ്. അങ്ങനെ ഞാൻ കൊടുക്കുന്ന നമ്പർ അവിടെ തിരുമ്പോ. അങ്ങനെ നമ്മൾ നമ്മുടെ എടപ്പള്ളി ആവാറാകുന്നു. നമ്മൾ സ്ഥിരം കയറുന്ന ഹോട്ടലുകളിലെ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഈ ഹോട്ടലിൽ റോഡ് നല്ല തിരക്ക് കേട്ടോ. ഞങ്ങളൊരു ചായയും 3-4 ബജ്ജിയും മുട്ടയൊക്കെ കഴിച്ചലാണ്. ഞാൻ പമ്പലോട്ട് ശരിയായി ഒറ്റയ്ക്ക് പോയിട്ട് വാ. അവിടെ ചോദിച്ചു കേട്ടോ, പമ്പിക്കാണ്. അങ്ങനെ നമ്മൾ ആൾക്കാരെല്ലാം നമ്മൾ ഇറക്കിയല്ലടാ, ഹാപ്പിയാക്കി വിട്ടു. വന്നിട്ട് ഇവിടെ ഇറങ്ങി 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. എതിലെയാ? എറണാകുളം വഴി ഗുരുവായൂരേക്ക്. അപ്പൊ ഇനിയത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ ഷെഡിലോട്ട് ചെല്ലണം. ഷെഡിൽ ചെന്നിട്ട് ചെറുങ്ങനെ തളയ്ക്കണം, വീട്ടിൽ പോകണം. നാളെ രാവിലെ അടുത്ത ട്രിപ്പുണ്ട് അല്ലേ? ആ ഓക്കെ 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 ഓക്കെ.